പാലപ്പിള്ളിയിൽ സ്കൂൾ വാഹനങ്ങൾ തടഞ്ഞ് കാട്ടാനക്കൂട്ടം. പിള്ളത്തോട് പാലത്തിന് സമീപത്താണ് കാട്ടാനക്കൂട്ടം റോഡിലിറങ്ങിയത്. കന്നാറ്റുപാടത്തെയും വേലുപ്പാടത്തെയും സ്കൂളിലെ കുട്ടികളെ കൊണ്ടുപോവുകയായിരുന്ന വാഹനങ്ങളാണ് കാട്ടാനക്കൂട്ടത്തിന് മുന്നിൽ അകപ്പെട്ടത്. 2 സംഘമായാണ് ആനക്കൂട്ടങ്ങൾ റോഡ് മുറിച്ചു കടന്നത്. 15ഓളം ആനകളാണ് റോഡ് മുറിച്ചു കടന്നത്. ഏറെ നേരം യാത്രക്കാരും വാഹനങ്ങളും മുന്നോട്ട് നീങ്ങാനാകാതെ നിൽക്കേണ്ടി വന്നു. 6ഓളം ആനകൾ കഴിഞ്ഞ ആഴ്ച മുതൽ മേഖലയിലുണ്ട്. തിങ്കളാഴ്ച മുതൽ പുതിയൊരു ആനക്കൂട്ടം പ്രദേശത്തെത്തി. കാട്ടാനകൾ നിരന്തരം റോഡിലിറങ്ങിയതോടെ തോട്ടം തൊഴിലാളികളും സ്കൂൾ കുട്ടികളും യാത്രക്കാരും ഭീതിയിലാണ്. കാട്ടാനക്കൂട്ടങ്ങളെ കാട്ടിലേക്ക് തിരിച്ചയക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് മലയോര സംരക്ഷണ സമിതി പ്രസിഡന്റ് EA ഓമൻ ആവശ്യപ്പെട്ടു. 2 ടീമായിട്ട് തിരിഞ്ഞാണ് ഇന്ന് പിള്ളത്തോട് പാലം കാട്ടാനക്കൂട്ടങ്ങൾ ക്രോസ് ചെയ്തത്. ഈ സമയത്ത് സ്കൂൾ കുട്ടികൾ പോകുന്ന സമയമായിരുന്നു. ഇത് വളരെ വലിയ ഭീഷണി ഉണർത്തുകയാണ് ജനങ്ങളിൽ. അപ്പോൾ എത്രയും വേഗം ഈ വന്നെത്തിയ കാട്ടാനകളെ കാട്ടിലേക്ക് അയക്കാനുള്ള അടിയന്തര നടപടികൾ വനവകുപ്പ് ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ മറ്റ് ഭരണാധികാരികളും അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കണം. ഞങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യം ഈ മേഖലയിൽ ട്രഞ്ചുകൾ സ്ഥാപിക്കുക എന്നുള്ളതാണ്. നിരവധി നിവേദനങ്ങൾ ഇതിനു വേണ്ടി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ട്രഞ്ച് സ്ഥാപിക്കാൻ പോയിട്ട് നിലവിലുള്ള സോളാർ വേലികൾ പോലും മെയിൻ്റനൻസ് ചെയ്യാൻ തയ്യാറായി നിൽക്കുന്ന അവസ്ഥയാണ്. വളരെ വലിയ ശ്രദ്ധ ഇവിടെ ഈ വിഷയത്തിൽ പതിയേണ്ടതുണ്ട്. പുഴ കടന്നാണ് കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിലെത്തുന്നത്. പുഴയിൽ ജലനിരപ്പ് ഉയർന്നതോടെ തിരിച്ചു പോകാനാകാതെ ഏറെ നാളായി കാട്ടാനക്കൂട്ടം ജനവാസ മേഖലയിൽ നിലയുറപ്പിച്ചിരിക്കുകയാണ്. TCV ന്യൂസ്, പുതുക്കാട്.